അജിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെത്തേഡ് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും വീണ്ടും നമുക്കിത് കഴിക്കാൻ തോന്നും. ഞങ്ങൾ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്ൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്ക്, അതേപോലെ 2 പച്ചമുളക്, കുറച്ച് പുതിന എല്ലാം കൂടി ഇട്ട് ഒരു മിക്സിയിലിട്ട് അരച്ചത് 2 സ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 3 സ്പൂൺ നല്ല കട്ടി തൈര് അതും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെള്ളമെല്ലാം തോന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ വെട്ടുമ്പോൾ അത്യാവശ്യം ഒരു നല്ല വലുപ്പത്തിൽ തന്നെ വെട്ടാൻ നോക്കുക. അപ്പം വലിയ പീസസാണ് ചിക്കൻ ബിരിയാണിക്ക് നല്ലത്, ഒത്തിരി ചെറുതായി പോകരുത്. അപ്പോൾ ആ പീസെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നമുക്ക് അരി നല്ലൊരു ബ്രാൻഡ് ബസുമതി 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് കുതിർക്കാനായിട്ടിടണം. അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് വേവിക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഉള്ളി ചെറുതായി നല്ല സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. അത് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് നല്ലതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതായിട്ട് എടുത്ത് അത് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഈ മുരിയാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1 സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പം ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതെടുത്ത് മാറ്റി വെക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒരു 2 സ്പൂൺ നെയ്യിലേക്ക് നമുക്കിത് വറുത്തെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിസ്മിസും കൂടി ഇട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ അരി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് 2 തക്കോലം, 4-5 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 4-5 ഏലക്ക അതൊന്ന് ജസ്റ്റ് പൊളത്തിയിട്ട് കൊടുക്കുക. ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടി നന്നായി ഈ നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ നല്ലതായിട്ട് ഒന്ന് വാഴ്ന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ അരിയെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നല്ല അരിയൊക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കണം. നന്നായി തിളച്ച് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ 4 കപ്പിനോട് കൂടെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, അതിനോടൊപ്പം തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങ നീര് ഒഴിക്കുമ്പം ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും ചോറിന്. അതേപോലെ തന്നെ ഈ അരിയൊന്നും ഇത് കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് തീ കുറച്ചിട്ട് നോക്കുക. നമ്മുടെ അരി ഒരിക്കലും വെന്ത് ഒട്ടിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ അരി ജസ്റ്റ് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. വീണ്ടും നമ്മളൊരു പാനിലേക്ക് നല്ല കട്ടിയുള്ള ചട്ടി ആയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ സെയിം ചട്ടിയിൽ തന്നെയാണ്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം തിരിച്ചു മറിച്ചും നന്നായി ഒന്ന് മുരിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒത്തിരി മുരിയേണ്ട. ഒരു 75% കുക്കായി കഴിയുമ്പോഴത്തേന് നമുക്കിത് ഈ എണ്ണയ്ക്കകത്തുനിന്നത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സെയിം എണ്ണയിലാണ് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, ഏകദേശം ഒരു 75% ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാനൊരു 3 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. ആ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പേ നമ്മൾക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട നമ്മൾ സെയിം അരിക്കകത്തിട്ട് അതിൻ്റെ ബാക്കി സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായി വഴറ്റണം. ഉള്ളി നന്നായി വഴറ്റണം. അരിയുടെ വേവും അതേപോലെ തന്നെ ഈ ഉള്ളിയുടെ വഴറ്റും അതാണ് ഏറ്റവും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. നല്ലൊരു ചട്ടി എടുക്കണം, അത് പ്രധാനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്ക്, പുതിന ആ ഒക്കെ പേസ്റ്റ് കുറച്ചിട്ട് കൊടുത്ത് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഉള്ളിക്കകത്തിട്ട് ഇതായി കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യമായ മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല, പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നതിൻ്റെ കുറച്ച് ഭാഗം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മളൊരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് നന്നായി വഴറ്റി ഇതിനകത്ത് വെന്ത് തുറന്ന് കുറച്ചൊരു 5-10 മിനിറ്റോളം വെക്കുക. അപ്പോൾ നന്നായി ആ തക്കാളിയൊക്കെ നല്ല പേസ്റ്റായി എണ്ണയൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും. ആ സമയത്ത് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മതി. നന്നായി കുക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പം നന്നായി ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി പിടിച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി, അതിൻ്റെ ഹാഫോളം, പകുതി മതി, അത് പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില, പുതിനയില, ഇതെല്ലാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസിൻ്റെ പകുതി, അതെല്ലാം കൂടി ഇതിന് മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസില്ലേ, അത് കുക്കായിട്ടിരിക്കുന്ന റൈസ് നല്ല സ്ലൈസാക്കി, ഒരിക്കലും കട്ട കാണരുത്, കട്ടയില്ലാണ്ട് നമുക്ക് നല്ല സ്ലൈസാക്കി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഗ്രാമ്പൂവും ഏലക്കയും ഒക്കെ നിങ്ങൾക്കിത് പറക്കി കളയാം, കാരണം നിങ്ങൾക്കത് കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ മല്ലിയില, പുതിനയില, നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇതെല്ലാം കൂടി ഇതിൻ്റെ മേളിലിട്ട് കൊടുക്കുക. ഞങ്ങളിതിനകത്ത് ഒരു ഫുഡ് കളറും ഞങ്ങൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറോ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇതിനകത്ത് പാലിനകത്ത് കലക്കി ഇതിൻ്റെ മേളിലിട്ട് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യും അതിൻ്റെ കൂട്ടത്തിൽ പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ച് വെള്ളത്തിനകത്ത് ഇച്ചിരി ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് നന്നായി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ച് അടയ്ക്കണം. അഥവാ നിങ്ങളുടെ അടപ്പിന് എയർ ടൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ വെച്ച് നന്നായി മൂടിയതിന് ശേഷം ഈ അടപ്പ് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അഥവാ നിങ്ങളുടെ ചട്ടി അടിക്ക് പിടിക്കും നിങ്ങൾക്കൊരു തോന്നലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഗ്യാസിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ ചട്ടി എടുത്ത് വെക്കുക. അങ്ങനെ 15 മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മുടെ റൈസൊക്കെ കണ്ടില്ലേ, നന്നായി കുക്ക് ആയി വന്നിട്ടുണ്ട്. ചിക്കനും അതേപോലെ നന്നായി കുക്കായിട്ടുണ്ട്. ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്ലൈസസ് ആക്കി വേറൊരു പാത്രത്തിൽ ചൂടോടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാം കൂടെ മിക്സായി വരുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. ആ നെയ്യുടെയും പുതിനയും ഉള്ളിയും ഇതെല്ലാം കൂടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. വീണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.